ದಾಪಕ್ಲುವಿನ ವಿವಿಧೆಡೆ ಮಸೀದಿಗಳಲ್ಲಿ ಮುಸಲ್ಮಾನ ಬಾಂಧವರು ತ್ಯಾಗ ಬಲಿದಾನದ ಸಂಕೇತವಾಗಿ ಆಚರಿಸಲ್ಪಡುವ ಪವಿತ್ರ ಬಕ್ರೀದ್ ಹಬ್ಬವನ್ನು ಸಂಭ್ರಮ ಶ್ರದ್ಧಾಭಕ್ತಿಯಿಂದ ಆಚರಣೆ ಮಾಡಿದರು. ದಾಪಕ್ಲು ಬಳಿಯ ಹಳೆ ತಾಲೂಕಿನ ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದಿ, ಚೆರಿಯಪರಂಬು ಮುಹಿಯುದ್ದೀನ್ ಜುಮಾ ಮಸೀದಿ, ಕೊಳಕೇರಿ ಜುಮಾ ಮಸೀದಿ, ಎಮ್ಮೆಮಾಡು ಜುಮಾ ಮಸೀದಿ, ಪಡಿಯಾಣಿ ಜುಮಾ ಮಸೀದಿ, ಕುಂಜಿಲ ಜುಮಾ ಮಸೀದಿ, ಕಲ್ಲುಮಟ್ಟೆ ಜುಮಾ ಮಸೀದಿ, ಕೊಟ್ಟಮುಡಿ ಜುಮಾ ಮಸೀದಿ, ಆಜಾದ್ ನಗರ ಜುಮಾ ಮಸೀದಿ ಸೇರಿದಂತೆ ದಾಪಕ್ಲು ವಿಭಾಗದ ವಿವಿಧ ಮಸೀದಿಗಳಲ್ಲಿ ಮುಸಲ್ಮಾನ ಬಾಂಧವರು ತ್ಯಾಗ ಬಲಿದಾನದ ಸಂಕೇತವಾಗಿ ಆಚರಿಸಲ್ಪಡುವ ಬಕ್ರೀದ್ ಹಬ್ಬವನ್ನು ಸಂಭ್ರಮದಿಂದ ಆಚರಣೆ ಮಾಡಿದರು. أحبابنا واحفظ جميع المسلمين من آفة وآهة ومصيبة وخير ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിന്റെ നാനാഭാഗത്തുമുള്ള ജാതിമത ഭേദമന്യേയുള്ള എല്ലാ ജനങ്ങളോടും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം എന്നുള്ള നിലക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാമും ഈ ലോകത്തുള്ള എല്ലാ മതക്കാരും എല്ലാ മതത്തിലും പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ എല്ലാവരും ശാന്തിയോടുകൂടെയും സമാധാനത്തോടുകൂടെയും ജാതിമത ഭേദവ്യത്യാസമില്ലാതെ നിങ്ങൾ സന്തോഷത്തോടുകൂടെ കഴിയണമെന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനവും എല്ലാ മതത്തിന്റെയും പ്രഖ്യാപനവും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന നിലയ്ക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നാം എല്ലാവരും ഈ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പൂർവീകർ നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹ സൗഹാർദ്ദത്തിൽ നമ്മൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമയോടുകൂടെ ഈ നാട്ടിൽ നമ്മൾ മരണം വരെ കഴിയണമെന്നുള്ളതാണ് ഈ ബലിപാരി പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശമായി ഞങ്ങളുടെ ഈ മഹല്ല് നിവാസികൾ, മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചെറിയ പറമ്പിന്റെ ഞങ്ങളുടെ മഹല്ല് നിവാസികളുടെയും മഹല്ല് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മഹല്ലിന്റെ ഖതീബിന്റെ ഭാഗത്തു നിന്നും മഹല്ലിൽ പ്രവർത്തിക്കുന്ന സർവ്വ ഉസ്താദുമാരുടെയും ഭാഗത്തു നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ വളരെ സന്തോഷമായി സന്ദേശം അറിയിക്കാനുള്ളത്, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأنا وهذه هدية واصلة رحمة نازلة بركة شاملة مقبولة مننا خلق نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. ಬಕ್ರೀದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಬಕ್ರೀದ್ ಹಬ್ಬವು ತ್ಯಾಗ, ಬಲಿದಾನ, ಸಹಾಯ, ಸಹಕಾರ ಮತ್ತು ಶುದ್ಧ ಹೃದಯದಿಂದ ಕೂಡಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಬದುಕಲು ಸ್ಫೂರ್ತಿ ನೀಡುವಂತಾಗಲಿ. ಅದೇ ರೀತಿ ಸರ್ವ ಜನಾಂಗದ ಶಾಂತಿಯ ತೋಟದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಶಾಂತಿಯ ರೀತಿಯಲ್ಲಿ ಬದುಕುವಂತಾಗಲಿ. ಉತ್ತಮ ಸಮಾಜವನ್ನು ಈ ಒಂದು ದಿನದ ಒಂದು ದೃಷ್ಟಿಯಿಂದ ಉತ್ತಮ ಸಮಾಜವನ್ನು ನಿರ್ಮಿಸುವಂತಾಗಲಿ. ಅದೇ ರೀತಿ ಎಲ್ಲರೂ ಕೂಡ ಈ ಒಂದು ದಿನವನ್ನು ಯಾವುದೇ ಒಂದು ಅಹಿತಕರ ಘಟನೆಗೆ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಡದೆ ಈ ಒಂದು ದಿನವನ್ನು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಕೊಂಡಾಡಬೇಕು ಅಂತ ಹೇಳಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಮತ್ತೊಮ್ಮೆ ಎಲ್ಲರಿಗೂ ಬಕ್ರೀದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. ಶನಿವಾರ ಬೆಳಿಗ್ಗೆ ಹಳೆ ತಾಲೂಕಿನ ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಖತೀಬರಾದ ಖಾಲಿದ್ ಇಮಾಮಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಈದ್ ನಮಾಜ್ ನಡೆಯಿತು. ಚೆರಿಯಪರಂಬು ಮುಹಿಯುದ್ದೀನ್ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಖತೀಬರಾದ ಮೊಹಮ್ಮದ್ ಶಫೀಕ್ ಸಿರಾಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಈದ್ ನಮಾಜ್ ನಿರ್ವಹಿಸಲಾಯಿತು. ಕೊಳಕೇರಿಯ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಅಶ್ರಫ್ ಹಸನಿ ಕಾಮಿಲ್ ಸಕಾಫಿ ಅವರು ಈದ್ ನಮಾಜ್ಗೆ ನೇತೃತ್ವ ನೀಡಿದರು. ಕುಂಜಿಲ ಬದ್ರಿಯಾ ಮಸೀದಿಯಲ್ಲಿ ಅಬ್ದುಲ್ ನಾಸಿರ್ ಲತೀಫಿ ಉಸ್ತಾದ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಈದ್ ನಮಾಜ್ ನಡೆಯಿತು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹുൽ അഅമാൽ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നേ ദിവസം നാം ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാ വീടാന്തരങ്ങളിൽ കുടുംബങ്ങളിൽ ഒക്കെ സന്ദർശിച്ച് സ്നേഹം പങ്കിട്ടുകൊണ്ട് നല്ല തെറ്റുകളിലേക്കൊന്നും പോകാതെ നല്ല സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു ദിവസത്തെ ധന്യമാക്കണം. അതുപോലെ തന്നെ ഇതര മതസ്ഥരോട് നല്ല സൗഹാർദ്ദത്തിലായി പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ಎಮ್ಮೆಮಾಡು ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಧರ್ಮಗುರುಗಳಾದ ರಾಜಿಕ್ ಫೈಜಿ ಅವರು ಪಡಿಯಾಣಿ ಬದ್ರಿಯಾ ಮಸೀದಿಯಲ್ಲಿ ಹಮ್ಜಾ ರಹಮಾನಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಈದ್ ನಮಾಜ್ ನಡೆಯಿತು. ಅದರಂತೆ ವಿಭಾಗದ ವಿವಿಧ ಮಸೀದಿಗಳಲ್ಲಿ ಆಯಾ ಮಸೀದಿಯ ಖತೀಬರು ಈದ್ ನಮಾಜ್ಗೆ ನೇತೃತ್ವ ನೀಡಿದರು. ಬಕ್ರೀದ್ ಹಬ್ಬವು ಪರಸ್ಪರ ಶಾಂತಿ, ಸೌಹಾರ್ದತೆ, ಸಹಬಾಳ್ವೆಯಿಂದ ಸಾರುವ ಹಬ್ಬವಾಗಿದೆ. ಪ್ರವಾದಿಯವರ ಸಂದೇಶದಂತೆ ನಾಡಿನಲ್ಲಿ ಐಕ್ಯತೆಯಿಂದ ಎಲ್ಲರೂ ಜೀವನ ನಡೆಸಬೇಕು. ಎಲ್ಲ ಧರ್ಮದವರೊಂದಿಗೂ ಸೌಹಾರ್ದತೆಯನ್ನು ಬೆಳೆಸಬೇಕೆಂದು ಆಯಾಯ ಮಸೀದಿಯ ಧರ್ಮಗುರುಗಳು ಈದ್ ಸಂದೇಶವನ್ನು ಸಾರಿದರು. സന്ദർശനം നടത്തി നല്ല രൂപത്തിൽ നമ്മൾ ആഘോഷിക്കണം. അതുപോലെ വാഹനം എടുത്ത് ഓടിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളൊക്കെ നല്ലോണം സൂക്ഷിച്ചുകൊണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യണം. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വാഹനം ഓടിക്കാവൂ. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളെ ഇന്ത്യ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ഒക്കെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കടക്കാം. ಬಳಿಕ ನಾಡಿನ ಸುಭಿಕ್ಷೆಗಾಗಿ ಮತ್ತು ನಾಡಿನಲ್ಲಿ ಮರಣ ಹೊಂದಿದವರಿಗೆ ವಿಶೇಷ ಪ್ರಾರ್ಥನೆಯನ್ನ ಸಲ್ಲಿಸಲಾಯಿತು. ಈ ಸಂದರ್ಭ ಆಯಾ ಜಮಾತ್ನ ಅಧ್ಯಕ್ಷರು, ಆಡಳಿತ ಮಂಡಳಿ ಪದಾಧಿಕಾರಿಗಳು, ಸರ್ವ ಸದಸ್ಯರು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೊಡಗು ಚಾನೆಲ್ ನ್ಯೂಸ್, ಜಕರಿಯಾ ನಾಪಕ್ಲೋ.